കുത്തബ് മിനാർ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാറാണ് കുത്തബ് മിനാർ. ദക്ഷിണ ദില്ലിയിലെ മെഹ്റോളിയിലെ കുത്തബ് സമുച്ചയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തബ് മിനാറും ഉൾപ്പെട്ടിട്ടുണ്ട്. 72.5 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് 399 പടികളുണ്ട്. 5 നിലകളുള്ള ഇതിൻ്റെ താഴത്തെ തട്ടിലുള്ള വ്യാസം 14.3 മീറ്ററും മുകളിലെ നിലയുടെ വ്യാസം 2.75 മീറ്ററുമാണ്. 1199 ഡൽഹിയിലെ സുൽത്താനായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്ക് പണികഴിപ്പിച്ചതാണ് ഈ മിനാരത്തിൻ്റെ ആദ്യ നില. സുൽത്താൻ ഇൽതുമിഷ് 1229 മറ്റു 4 നിലകളുടെ പണി പൂർത്തീകരിച്ചു. ഗോറി സാമ്രാജ്യത്തിൻ്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ഗോപുരങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും ആശയം ഉൾക്കൊണ്ടാണ് ഗോറികളുടെ അടിമയായിരുന്ന കുത്തുബുദ്ദീൻ ഈ ഗോപുരം നിർമ്മിച്ചത്. കുത്തുബ് മിനാറിൻ്റെ രീതിയിൽ 8 കോണുകളും 8 ചാപങ്ങളുടെയും രീതിയിലുള്ള അസ്ഥിവാര വാസ്തുശാസ്ത്ര ശൈലിയുടെ മാതൃകകൾ അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും കാണാൻ കഴിയും. ഈ ശൈലിയുടെ ആദ്യകാല ഉദാഹരണം ഇറാനിലെ സിസ്താനിൽ കാണാം. അവിടെ ഖാജ സിയാപുഷ് എന്ന സ്ഥലത്ത് 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇഷ്ടിക കൊണ്ടുള്ള ഒരു മിനാരത്തിൻ്റെ അവശിഷ്ടം നിലനിൽക്കുന്നുണ്ട്. ഒരു ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു മധ്യകാല ആവാസ കേന്ദ്രത്തിനുമേൽ ഉയർത്തിയിട്ടുള്ള ഈ മിനാറും കുത്തബ് മിനാറിൻ്റെ അതേ അസ്ഥിവാര രൂപരേഖ പങ്കുവെക്കുന്നു. ഇടിമിന്നൽ മൂലവും ഭൂകമ്പം മൂലവും ഈ മിനാരത്തിന് പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ദില്ലി സുൽത്താൻമാരായിരുന്ന അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്, ഇബ്രാഹിം ലോധി എന്നിവരുടെ കാലത്ത് മിനാരിൻ്റെ കേടുപാടുകൾ തീർത്തിട്ടുണ്ട്. 1326 മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്ത് കുത്തബ് മിനാറിന് ഇടിമിന്നലേൽക്കുകയും അത് കേടുപാട് തീർത്തതായും പഴയകാല രേഖകളിൽ കാണുന്നു. 1368 ഇടിമിന്നലിലുണ്ടായ കേടുപാടുകൾ തീർത്ത് ഫിറോസ് ഷാ തുഗ്ലക്കാണ് മുകളിൽ കാണുന്ന മാർബിൾ പാളികൾ പതിച്ചത്. അതും പഴയകാല രേഖകളിൽ നമുക്ക് കാണാം. കുത്തുബുദ്ദീൻ ഐബക്ക് പണിത ആദ്യ നിലയുടെ ചുമരിൽ പരിശുദ്ധമായ ഖുർആൻ കുത്തിവെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലെ 2 നിലയൊഴികെ മറ്റു നിലകളെല്ലാം ചുവന്ന മണൽക്കല്ലിൻ്റെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലെ 2 നിലകൾ ഫിറോസ് ഷാ തുഗ്ലക് വെണ്ണക്കല്ലുകൊണ്ടാണ് തീർത്തിട്ടുള്ളത്. കുത്തബ് മിനാറിനോടൊപ്പമുള്ള ഖുവത്തുൽ ഇസ്ലാം മോസ്ക് വലുതാക്കി പണിത അലാവുദ്ദീൻ ഖിൽജി അതിലേക്ക് തെക്കുവശത്തു നിന്നും പ്രവേശിക്കുന്നതിനായി പണിത കവാടമാണ് അലൈ ദർവാസ. ഇന്ത്യയിലെ ഇസ്ലാമിക വാസ്തുശില്പകലയുടെ ഏറ്റവും വിലപ്പെട്ട സംഭാവനകളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു. 1311 ഖിൽജി ഇത് പണിതത്. മോസ്കിനോടൊപ്പം ഖിൽജി പണിയാൻ ഉദ്ദേശിച്ച വലിയ ഗോപുരമായ അലൈ മിനാർ പണി പൂർത്തിയായില്ല. 1980 വൈദ്യുതി തകരാറിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 25 കുട്ടികൾ മിനാറിനുള്ളിൽ മരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ മിനാറിനകത്തേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നില്ല. അതിനു മുൻപ് ഇവിടെ മിനാറിന് മുകളിൽ നിന്നും ചാടി പലരും ജീവനൊടുക്കിയതും മുകളിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള കാരണങ്ങളിലൊന്നാണ്.